ജീവിതത്തിൽ പലപ്പോഴും പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ കൈവെക്കുന്നത് നമ്മുടെ ഹെയറിലായിരിക്കും. കാരണം നമ്മുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഹെയർ സ്റ്റൈലിംഗ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫേസിന് മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ അത് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരേ സ്റ്റൈലിൽ പോകാതെ ചില മാറ്റങ്ങൾ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണ് എന്നുള്ളത്. പലതരത്തിലുള്ള സ്കിൻ ടൈപ്പ് പോലെ തന്നെ ഹെയർ ടൈപ്പും ഉണ്ട്. അതിന് നമ്മളൊരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഹെയർ പോറോസിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1-2 സ്ട്രാൻഡ് നമ്മുടെ മുടിയിട്ട് കൊടുക്കുക. അങ്ങനെ ഹെയർ ഇടുമ്പോൾ നമ്മുടെ ഹെയർ സ്ട്രാൻഡ് ആ ഗ്ലാസ്സിലെ ആ വെള്ളത്തിൻ്റെ ടോപ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹെയർ ലോ പോറോസിറ്റി ആണ് എന്നുള്ളതാണ്. നമ്മുടെ ഹെയറിലേക്ക് മോയ്സ്ചർ അബ്സോർബ് ആവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഒരു ലോ പോറോസിറ്റി ഹെയർ ആണ്. അത്തരം ഹെയർ ടൈപ്പ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നല്ല ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഹെയർ വളരെ വല്ലാണ്ട് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഹെയർ ലോ പോറോസിറ്റി ഹെയർ ആണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയറിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷണർ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുള്ളത്. ഡയറക്റ്റ് ഹെയറിലേക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങനെ അബ്സോർവ് ആവുന്നതായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് വെള്ളവുമായി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലോ പോറോസിറ്റി ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് വേണം ഈ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർ യൂസ് ചെയ്യേണ്ടത്. ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇത്തരത്തിലുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഹെയറിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്ലാസ്സിലേക്ക് ഹെയർ സ്ട്രാൻഡ്സ് ഇടുമ്പോൾ അത് വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മുടേത് ഹൈ പോറോസിറ്റി ഹെയർ ആണ് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയർ മോയ്സ്ചർ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഹൈ പോറോസിറ്റി ഹെയർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ഓയിൽസും ക്രീംസും കണ്ടീഷണറും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഒരു മീഡിയം ലെവലിലാണ് നിങ്ങളുടെ ഹെയർ സ്ട്രാൻഡ്സ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടേത് മീഡിയം പൊറോസിറ്റി ഹെയർ ആണ് എന്നുള്ളതാണ്. ഈ ടൈപ്പ് ഹെയർ ആണെങ്കിൽ ഹെയറിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. സാധാരണയായിട്ടുള്ള ഒരു റെഗുലർ കെയർ മാത്രം നമ്മൾ ഹെയറിന് കൊടുത്താൽ മതിയാകും. ഇത്തരം ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് നോർമലി എല്ലാ ഓയിൽസും യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഏതാണ് നമ്മളുടെ ഹെയർ ടൈപ്പ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് എന്തായാലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഷേപ്പ് ഏതാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും 4 ഫേസ് ഷേപ്പുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ഓവൽ ഷേപ്പാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ഷേപ്പാണ് ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാവിധ ഹെയർ കട്ടും ഈ ഒരു ഷേപ്പുള്ള ആളുകൾക്ക് ചേരുന്നതായിരിക്കും. എങ്കിലും ലെയർ കട്ട് ചെയ്യുന്നത് ഇവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഓവൽ ഷേപ്പ് ഉള്ളവർക്ക് സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ കാഴ്ചയിൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്പാണ്. ഇങ്ങനെയുള്ളവർക്ക് ഫോർഹെഡ്, അതായത് നെറ്റി കുറച്ച് ബ്രോഡായിരിക്കും. നെറ്റിയുടെ ഭാഗം കുറച്ച് വീതി കൂടുതലായിരിക്കും. ഈ ജോ ലൈനിലോട്ട് വരുമ്പോൾ അവിടെ വളരെ തിന്നായിട്ടും കാണപ്പെടും. ഈ ഹാർട്ട് ഷേപ്പ് ഉള്ളവർക്ക് കൂർത്ത താടിയായിരിക്കും ഉണ്ടാവുക. ഈ കൂർത്ത താടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അതിനെ എടുത്ത് കാണിക്കാത്ത വിധമുള്ള ഹെയർ കട്ടുകൾ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഹെയർ, ബോബ് ഹെയർ കട്ട് ഇതൊന്നും ഇവർക്ക് അത്ര സ്യൂട്ടബിൾ ആകണമെന്നില്ല. ഇവർക്ക് ചേരുന്നത് മീഡിയം ലെങ്തിലുള്ള ഹെയർ കട്ടായിരിക്കും. കുറച്ച് ലെയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഹെയർ കട്ട് ഇവർക്ക് വളരെ ഭംഗിയുള്ളതായിരിക്കും. ഇനി മൂന്നാമത്തെ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്. ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് ഫേസ് ഫ്രെയിമിംഗ് ലെയേഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മുഖത്ത് കുറച്ച് എഡ്ജസ് ഉണ്ടെന്ന് തോന്നിപ്പിക്കും തരത്തിലുള്ള കട്ടുകളാണ് ഇവർക്ക് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ളത്. മുഖത്തിലേക്ക് കുറച്ച് മുടി വെട്ടിയിടുന്ന തരത്തിലുള്ള ലെയേഴ്സ് കട്ട്, സൈഡ് ബാങ് ഒക്കെ ഇവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി നാലാമത്തെ ഒരു ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്
സ്ക്വയർ ഫേസ് ഷേപ്പാണ്. ഷാർപ്പ് എഡ്ജസും ഷാർപ്പ് ഫീച്ചേഴ്സും ഉള്ളവരാണ് ഈ സ്ക്വയർ ഫേസ് ഷേപ്പ് ഉള്ളവർ. സോഫ്റ്റ് ലെയേഴ്സ്, വേവ്സ്, കർട്ടൻ ബാങ്ക്സ് ഇതൊക്കെ ഇവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് ഷേപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഹെയർ ടെക്സ്ചർ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ തിക്ക് ഹെയർ ആണോ, തിൻ ഹെയർ ആണോ, കേളി ഹെയർ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തിക്ക് ഹെയർ ആണെങ്കിൽ ലോങ് ലെയേഴ്സ്, കർട്ടൻ ബാങ്ക്സ്, യു കട്ട്, വി കട്ട് ഇതൊക്കെ വളരെ നല്ലതായിരിക്കും. ഇനി അതല്ല തിൻ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു തിക്നെസ് തോന്നുന്ന, ഒരു വോളിയം തോന്നുന്ന തരത്തിലുള്ള ഹെയർ കട്ടുകളായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഷോൾഡർ ലെങ്ത് ഉള്ള ലൈറ്റ് ലെയേഴ്സ്, മീഡിയം ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ കട്ടുകൾ സ്യൂട്ടബിൾ ആയിരിക്കും. ഓവർ ലെയറിംഗ് ഒന്നും തന്നെ വളരെ തിൻ ഹെയർ ഉള്ള ആളുകൾ ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തിൻ ഹെയർ ഉള്ളവരാണെങ്കിൽ ടു മെനി ലെയേഴ്സ് ഒഴിവാക്കുക. വോളിയമൈസിങ് ഷാംപൂ, കണ്ടീഷണർ ഇതൊക്കെ യൂസ് ചെയ്യുക. കേളി ഹെയർ ആണെങ്കിൽ ലെയേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബൗൺസി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ബാങ്ക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഹെയർ ടെക്സ്ചർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, ഗൂഗിള് ഇതൊക്കെ സെർച്ച് ചെയ്ത് നല്ല ഹെയർ സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഫോണിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഇത് ഹെയർ സ്റ്റൈലിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് ഇതുപോലെ വെട്ടിത്തരാൻ ആവശ്യപ്പെടുക. അതല്ലാതെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ യാതൊരുവിധ പ്ലാനും ഇല്ലാതെ നേരെ അങ്ങോട്ട് പോയിട്ട് അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഒരു ചേരാത്ത തരത്തിലുള്ള ഒരു ഹെയർ സ്റ്റൈലും അല്ലെങ്കിൽ പിന്നീട് ഇതൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ കാണുമ്പോൾ പറയും, അയ്യോ ഇത് നിനക്ക് ചേരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമാവുന്നത്. അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുത്ത് അവരെ കാണിച്ചിട്ട് നമ്മൾ ചെയ്യിക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നായി മാറുകയും ചെയ്യും. ഒരിക്കലും പൂർണ്ണമായും അവരുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹെയർ ഏതാണ്, നമ്മുടെ ഹെയർ ടെക്സ്ചർ ഏതാണ്, നമ്മുടെ ഫേസ് ഷേപ്പ് ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരു സലൂണിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ ഷൈൻ, അതിൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റെഗുലർ ഓയിലിംഗ് ചെയ്യുക, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക, ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുക, വീക്കിലി നിർബന്ധമായിട്ടും ഒരു ഹെയർ മാസ്കും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോലെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റേതായ ഒരു സംരക്ഷണം കൂടി നമ്മുടെ ഹെയറിന് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടൊന്ന് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങളൊരു ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. പുതിയൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആത്മവിശ്വാസം കൂടെ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ ഹെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നല്ലൊരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.